സൗദിയിലെ ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറൂഖ് സ്വദേശി അബ്ദുൽ റഹീമിന് വീണ്ടും തിരിച്ചടി. കോടതി വിധി പറയാൻ വീണ്ടും നീട്ടി. പബ്ലിക് പ്രോസിക്യൂഷൻ സമർപ്പിച്ച വാദങ്ങളുടെ വിശദങ്ങൾ കോടതി ഫയലിൽ സ്വീകരിച്ചു. തുടർന്നാണ് കേസ് വിധി പറയാൻ മാറ്റിയത്. അടുത്ത സിറ്റിംഗ് തീയതി ഉടൻ ലഭിക്കുമെന്ന് റിയാദ് സഹായ കമ്മിറ്റി അറിയിച്ചു. കഴിഞ്ഞ 17-ന് ചേർന്ന സിറ്റിംഗിൽ കോടതി അപ്രതീക്ഷിതമായാണ് വിധി പറയാൻ മാറ്റി ഇന്നത്തേക്ക് സിറ്റിംഗ് വെച്ചത്. ഇന്ന് ഉറപ്പായും അനുകൂല വിധി ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലായിരുന്നു കുടുംബം. എന്നാൽ വിധി പറയാൻ തീയതി വീണ്ടും മാറ്റിയതോടെ ആശങ്കയിലായിരിക്കുകയാണ്. 2006-ലാണ് സൗദി ബാലന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അബ്ദുൽ റഹീമിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. തുടർന്ന് വിചാരണയ്ക്ക് ശേഷം അബ്ദുൽ റഹീമിനെ വധശിക്ഷയ്ക്ക് വിധിച്ചു. വിധിക്കെതിരെ അപ്പീലുകൾ നൽകിയെങ്കിലും എല്ലാം തള്ളുകയായിരുന്നു. ഒടുവിൽ സുപ്രീം കോടതി ഉൾപ്പെടെ വധശിക്ഷ ശരിവെക്കുകയും ചെയ്തു. കൊല്ലപ്പെട്ട ബാലന്റെ കുടുംബവുമായി അനുരഞ്ജനത്തിന് ശ്രമിച്ചെങ്കിലും വിഫലമായിരുന്നു. ഒടുവിൽ വധശിക്ഷ ഉറപ്പായ ഘട്ടത്തിലാണ് ബാലന്റെ കുടുംബം അനുരഞ്ജനത്തിന് തയ്യാറായത്. 1.5 കോടി സൗദി റിയാൽ ദിയാദനമായി നൽകിയാൽ റഹീമിന് മാപ്പ് നൽകാമെന്ന് ബാലന്റെ കുടുംബം പറഞ്ഞു. പിന്നീട് അതിനുള്ള പരിശ്രമത്തിനൊടുവിൽ 47.87 കോടി രൂപ പിരിഞ്ഞു കിട്ടി. ഇതിൽ നിന്ന് ദിയാദനത്തിന് ആവശ്യമായ പണം റിയാദ് സഹായ സമിതി വഴി കുടുംബത്തിന് നൽകുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം.